ഹലോ ഓൾ, വെൽക്കം ടു എയ്ഫർ എഡ്യൂക്കേഷൻ. സോ എയ്ഫറിന്റെ വെബിനാർ സീരീസിലെ ലൈഫ് സയൻസിലെ ആദ്യത്തെ വെബിനാർ ആണ് ഇന്നിവിടെ നടക്കുന്നത്. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? കേൾക്കാവുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, കേൾക്കുന്നു. സോ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് വെബിനാറുകൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വെബിനാറിൽ ഇന്നത്തെ ഈ ഒരു വെബിനാറിൽ നമ്മൾ നിങ്ങളുടെ ലൈഫ് സയൻസിന്റെ നെറ്റ് ജേണിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്കുകൾ, അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പോരായ്മകളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് ഫർസാന മാം ആണ്, ഇഫറിന്റെ ലൈഫ് സയൻസ് കോർഡിനേറ്റർ ആണ്. സോ മാമിനോട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന കൺസേണുകളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഈ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാമിനെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. സോ ഫർസാന മാം, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങളെ ഹോസ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? വോയിസ് ആൻഡ് വീഡിയോ. സോ ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫർസാന തസ്നീം ആൻഡ് ഞാൻ ഐഫറിലെ സബ്ജക്ട് കോർഡിനേറ്റർ ആണ്. സോ നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്റെ സ്ക്രീൻ വിസിബിൾ ആണോ എന്നുള്ളതൊന്ന് പറയണേ. ഓക്കെ, സ്ക്രീൻ ഓക്കെ ആണല്ലോ അല്ലേ? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ആദ്യമേ നമ്മുടെ ഒരു വലിയ വിജയാഘോഷം ഈ ഒരു ടേമില് UGC നെറ്റ് ഡിസംബർ 2023 ടേമില് UGC നെറ്റിൽ നമുക്ക് കഴിയാവുന്ന ഏറ്റവും മാക്സിമം പരിശ്രമിച്ചുകൊണ്ട് നേടിയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. 486 നെറ്റും 46 JRFും ഐഫറിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഒരു ഐഫറിന്റെ ടീം തന്നെ ആ ഒരു കംപ്ലീറ്റ് എനർജിയിലാണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ വലിയ ഐഫറിന്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ തന്നെ ഏറ്റവും നല്ല ഒരു റിസൾട്ടാണ് ഈ ഒരു ടേമിൽ നമുക്ക് നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ അതിന്റെ ഭാഗമായി നമ്മുടെ നെക്സ്റ്റ് ടേമില് നമുക്ക് വലിയ ടാർഗറ്റുകളാണ് ഉള്ളത് ആക്ച്വലി. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു വെബിനാർ സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ടോപ്പിക്കുകളിലായിട്ട് UGC നെറ്റിൽ ഡിഫറെന്റ് വെബിനാറുകൾ ഇപ്പോൾ ഓൾറെഡി കണ്ടക്ട് ചെയ്ത് നടന്നു. CSIR ലൈഫ് സയൻസ് സ്കീമിൽ നമ്മുടെ ഫസ്റ്റ് വെബിനാർ ആണ് ആക്ച്വലി ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു ലൈഫ് സയൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറന്റിൽ നമുക്ക് ഒരുപാട് എക്സാംസുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ട് അല്ലെ? CSIR, UGC നെറ്റ് ഉണ്ട്, ഐക്കർ, ICMR, അങ്ങനെ ഒരുപാട് സ്ട്രീം ഓഫ് ഫെലോഷിപ്പുകൾ തരുന്ന ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ഒരു ലൈഫ് സയൻസ് നേടിയിട്ടുള്ള ഓക്കെ അപ്പോൾ ഒരു ലൈഫ് സയൻസ് സ്കീമിൽ നിന്നുള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് എക്സാംസുകൾ നമുക്ക് നമ്മുടെ കരിയറിൽ അറ്റൻഡ് ചെയ്യാനുണ്ട്. സോ ഇത്തരം ഒരു സീരീസ് ഓഫ് എക്സാംസുകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ആക്ച്വലി എപ്പോഴാണ്? ചിലപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ നമ്മുടെ സ്റ്റഡീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അല്ലെ? ബട്ട് ഇറ്റ് ഓൾവേസ് ഗോൺ, അത് കഴിഞ്ഞു പോയിട്ടുള്ള പാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് മുൻപേ തുടങ്ങേണ്ടുന്ന ഒരു കാര്യം നമുക്ക് എന്തുകൊണ്ടോ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടായിരിക്കാം. എനിവേ, ഇത് സെക്കൻഡ് ബെസ്റ്റ് ടൈം, നമ്മുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യേണ്ട സെക്കൻഡ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴാണ് അല്ലെ? അറ്റ് ദിസ് ടൈം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റഡീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ നമ്മൾ സക്സസിന്റെ റീസൺസിനെ കുറിച്ചിട്ട് പറയുന്നതിന് മുന്നേ ഓക്കെ, മാക്സിമം എല്ലാവരും മ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണേ ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, സോ
സക്സസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു CSIR, ഐക്കർ പോലെയുള്ള എക്സാമുകളുടെ അല്ലെങ്കിൽ ഏതൊരു എക്സാമിന്റെയും സക്സസിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നതിന് മുന്നേ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ റീസൺസ് ഓഫ് ഫെയിലിയർ. ഒരു ആസ്പിരന്റ് CSIR ആണെങ്കിലും ഏതൊരു എക്സാം ആണെങ്കിലും ആ ആൾക്ക് JRF അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാതെ പോകാനുണ്ടായിട്ടുള്ള ഒരു റീസൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റീസൺസ് ഉണ്ടായിരിക്കും. സോ അതിൽ ഒരു റീസൺ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദ സിലബസ് ഫാക്ടർ അല്ലെ. സിലബസ് ഫാക്ടർ നമുക്കറിയാം, ഏതൊരു എക്സാമിനാണെങ്കിലും ഒരു കറക്റ്റ് സിലബസ് നമുക്ക് അതിന് തരുന്നതായിരിക്കും. നമ്മൾ ഏതൊക്കെ പോർഷൻസുകളാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊരു ഇൻഫോർമേഷൻ അടങ്ങുന്ന ഒരു സിലബസ് ഉണ്ടാവും. സോ ആ സിലബസ് വേണ്ട രീതിയിൽ പഠിക്കാതെ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ആ സിലബസ് നല്ല രീതിയിൽ നോക്കാൻ കഴിയാതെ എക്സാമിന് പോകുന്നത് കൊണ്ട് സംടൈംസ് എന്ത് ചെയ്യാം, ആ ഒരു എക്സാമിന് ഫെയിലിയർ ആവാം. ദാറ്റ്സ് വൺ ഓഫ് ദ ഫാക്ടർ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇൻകൺസിസ്റ്റൻസി. അതായത് ഒരു നമ്മളൊരു സ്റ്റഡീസ് നമ്മൾ തുടക്കത്തിൽ ഭയങ്കര എനർജി ഒക്കെ ആയിട്ട് ഭയങ്കര ഈ ഒരു സംഭവം ക്വാളിഫൈഡ് ആവണം അല്ലെ, നമ്മുടെ കരിയറിലെ ഒരു വലിയ മൈൽ സ്റ്റോൺ ആണിത്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ക്രാക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു എനർജി ലെവല് ഹൈ ആയിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ബട്ട് ഒരു മിഡിൽ പോർഷനിലേക്ക് അല്ലെങ്കിൽ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് ചെറിയ ഇളക്കം വരാൻ തുടങ്ങും. എനർജി ലെവൽ ഇങ്ങനെ താഴേക്ക് പോയി തുടങ്ങും. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷനും അതിനനുസരിച്ചിട്ട് ലാഗായി വരാം. അപ്പോൾ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എപ്പോഴും ഒരു ആസ്പിരന്റ് അവരുടെ സ്റ്റഡീസ് ആണെങ്കിലും അവരുടെ പ്രാക്ടീസിങ് ആണെങ്കിലും ഒരു കറക്റ്റ് കൺസിസ്റ്റന്റിലായിരിക്കണം ആള് കൊണ്ടുപോവേണ്ടത്. സോ ഇൻകൺസിസ്റ്റൻസി മേ ബി ദ സെക്കൻഡ് റീസൺ ഓഫ് ദ ഫെയിലിയർ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ സ്ട്രെസ്. നമുക്കറിയാം CSIR ആണെങ്കിലും ഐക്കർ ആണെങ്കിലും ഒക്കെ ഒരുപാട് പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുന്ന ഒരു എക്സാം ആണ് അല്ലെ. അപ്പോൾ ഇത്തരം ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ ലെവലിലുള്ള ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നോർമലി ആ ഒരു ആസ്പിരന്റിന് വല്ലാത്ത ആൻസൈറ്റി ആൻഡ് സ്ട്രെസ്സുകളൊക്കെ വരാം. നോർമലി നമ്മുടെയൊക്കെ ലൈഫിലും ഒരുപാട് പ്രോബ്ലംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു ഭാഗത്ത് നമ്മുടെ ലൈഫിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് കൊണ്ട് ഉണ്ടാവുന്ന പ്രോബ്ലംസ്, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ, അതിന്റെ കൂടെ നമ്മുടെ അക്കാഡമിക് പ്രിപ്പറേഷൻ, ഇത്തരം എക്സാമുകൾക്കുള്ള നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും, അപ്പൊ അത് നമ്മൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു ആങ്സൈറ്റി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ അത് ഒരു വലിയ ഫാക്ടറാണ് ആക്ച്വലി. നമ്മൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ആസ്പിരൻസിന് അത് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ്സ് മേ ബി ദ വൺ ഓഫ് ദ റീസൺ ഫോർ ദ ഫെയിലിയർ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് നമുക്ക് രണ്ട് കാര്യങ്ങളിൽ ടൈം മാനേജ്മെന്റ് ആക്ച്വലി വേണം അല്ലെ. ഒന്ന് നമ്മുടെ സ്റ്റഡീസിലാണ്, നമ്മുടെ പ്രിപ്പറേഷനിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, മേ ബി ഈ ആസ്പിരന്റ് ഒരു സ്റ്റുഡന്റ് ആവാം, അല്ലെങ്കിൽ മേ ബി ഒരു വർക്ക് കോൾ ആയിട്ടുള്ള ഒരാളാവാം. അപ്പൊ ഏതൊരു സ്ട്രീമിലുള്ള ഒരു ആസ്പിരന്റ് ആണെങ്കിലും ആ ആള് അവരുടെ സ്റ്റഡീസിൽ വളരെ ഒരു പാറ്റേൺ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് സ്റ്റഡീസിൽ കൊണ്ടുവരണം. ഓക്കെ, അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം എക്സാമുകൾക്ക് നമ്മുടെ എക്സാം ടൈമിൽ നമ്മൾ എക്സാം ഹാളിലെത്തി ആ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ടൈം മാനേജ്മെന്റ് വളരെ നല്ലൊരു ഈക്വൽ ആയിട്ട് തന്നെ എല്ലാ പോർഷൻസിനും നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഫെയിലിയർ വരാൻ രണ്ട് ഭാഗത്തും സാധ്യതയുണ്ട്. ഒന്ന് നമ്മുടെ സ്റ്റഡീസിലാണ്, ആൻഡ് സെക്കൻഡ് വൺ നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെന്റ് നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ, നമുക്ക് ചെയ്യാൻ പറ്റിയിട്ട് ഇല്ല, ആ ഒരു കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി ഒരു ഫിഫ്ത്ത് ആയിട്ട് നമ്മൾ പറയുന്ന വളരെ ഇമ്പോർട്ടൻറ്റ്, നമ്മൾ സിലബസ് ഫാക്ടർ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണ് PYQ പ്രാക്ടീസ് ചെയ്യാതെ പോവാന്നുള്ളത്. ചിലപ്പോ സിലബസ് വളരെ നല്ല രീതിയിൽ നോക്കിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാള് പക്ഷേ PYQ ചെയ്തില്ല.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ചെയ്യാതെയാണ് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുദ്ദേശിച്ച ആ ഒരു ലെവലിലേക്ക് ആൾക്ക് ആ ഒരു ആസ്പിരന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അത് ഡെഫിനറ്റ്ലി ഏതൊരു എക്സാം, PSC ആണെങ്കിലും CSIR ആണെങ്കിലും UGC ആണെങ്കിലും ഏതൊരു എക്സാം ആണെങ്കിലും നമുക്കറിയാം PYQ സെഷൻസ് ചെയ്യുക അല്ലെങ്കിൽ PYQ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫെയിലിയറിന്റെ ഒരു റീസൺ ആണ് PYQ പ്രാക്ടീസിങ് എന്ന് പറയുന്നത്. ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല രീതിയിൽ ആ ഒരു എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഫൈനലി എന്താണ്, നമുക്ക് ഒരുപാട് റിസോഴ്സസ് നമ്മുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകൾ യൂസ് ചെയ്യാം, നമ്മൾ ഫോൺസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, യൂട്യൂബ് വീഡിയോസുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ഒരുപാട് കോച്ചിങ് തരുന്ന ആപ്സുകൾ ഉണ്ട് അല്ലെ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ബുക്സുകൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് റിസോഴ്സസ് നമുക്ക് ഇത് കവർ ചെയ്യാനായിട്ട്, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ ഈ റിസോഴ്സസ് എല്ലാം തന്നെ അഡിക്വേറ്റ് ആയിട്ട് ഒരു ആസ്പിരന്റ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹി കാൻ ക്രാക്ക് ദാറ്റ് എക്സാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതല്ലാണ്ട് വേറെയും ഗ്രൂപ്പ് ഓഫ് റീസൺസ് ഉണ്ടാവാം ഒരാളുടെ ഫെയിലിയറിന്, അല്ലെങ്കിൽ ഈ ഒരു CSIR ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷന്. ഇതല്ലാതെ വേറെയും ഒരു ഗ്രൂപ്പ് ഓഫ് റീസൺസ് എന്ത് ചെയ്യാം നമുക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് വേറെ ഒരുപാട് റീസൺസുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഈ പറയുന്ന ഓരോ കാര്യങ്ങളെ നമുക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്തിട്ട് നമുക്ക് CSIR നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റാം നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫൈനലി വരുന്ന കാര്യങ്ങൾ സ്ലൈഡുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് ടേം, അതായത് ജൂൺ 2024 ഐഫർ ടാർഗറ്റ് ചെയ്യുന്നത് 750 നെറ്റുകളും അതുപോലെ തന്നെ 100 JRFും നേടുക എന്നുള്ളതാണ്. ഓക്കെ, ജൂൺ 2024 നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു, നമ്മൾ കഴിഞ്ഞ ടാർഗറ്റിനേക്കാൾ ഒരുപാട് മികച്ചൊരു റിസൾട്ടാണ് നമുക്ക് നേടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ടേമിലേക്ക് നമ്മൾ 750 നെറ്റും 100 JRFും കൂടെ, അതായത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ആ റിസൾട്ടിലേക്ക് 750 നെറ്റും 100 JRFും കൂടെ ആഡപ്പ് ചെയ്യണം. ഈ ഒരു ടാർഗറ്റിനേക്കാൾ കൂടുതൽ മറികടക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ദ ഹോൾ ഐഫർ ടീം ഉള്ളത്. കാരണം നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ഉള്ള ഒരു റിസൾട്ട് നേരത്തെ കിട്ടിയത് കൊണ്ട് ആ ഒരു ഫുൾ എനർജി ലെവലിലാണ് എല്ലാ കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും ദ ഹോൾ ടീം ആ ഒരു എനർജിയിൽ തന്നെയാണ് ഇപ്പോ പ്രസന്റ്ലി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാർഗറ്റ് എപ്പോഴും നമ്മളെ ഇങ്ങനെ ഓരോ ടീംസും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ടാർഗറ്റ്, അതിനേക്കാൾ ഈ ടാർഗറ്റിനേക്കാൾ മുകളിൽ നമുക്ക് എന്തായാലും എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളും ഈ ഒരു പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ അച്ചീവ് ചെയ്യണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഓക്കെ, യെസ്. അതുപോലെ ഐഫറിന്റെ ഒരു ജേർണിയില്, ഈ ഒരു ജേർണിയില് 3 വർഷത്തോളം ഉള്ള ഈ ഒരു ഐഫറിന്റെ ജേർണിയില് നമുക്ക് 2250 നെറ്റുകൾ നമുക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 300 JRFും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുട്ടികൾക്ക് നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, സോ നൗ ഓൺവേർഡ്സ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ ലൈഫ് സയൻസസ്. അപ്പോൾ ലൈഫ് സയൻസസ് എന്നാണ് പറയാം അല്ലെ. ലൈഫ് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പിക്, ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഒരു ഫീൽഡാണ് ലൈഫ് സയൻസസ് എന്ന് പറയുന്നത്. സോ ഇത്രയും വലിയ ഒരു ഫീൽഡില് ഫോക്കസ് ചെയ്തിട്ടുള്ള, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളും ഞാനും ഒക്കെ. ഓക്കെ, ബോട്ടണി, സുവോളജി, അല്ലെങ്കിൽ മൈക്രോബയോളജി, മോളിക്കുലർ ബയോളജി, ജനറ്റിക് എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, അങ്ങനെ നമുക്കറിയാം MSc അല്ലെങ്കിൽ M.Tech ഒക്കെ എടുത്തിട്ടുള്ള, B.Tech ഒക്കെ എടുത്തിട്ടുള്ള ഒരുപാട് ആസ്പിരൻസ് ആക്ച്വലി ഈ ഒരു CSIR, UGC, ഐക്യർനെറ്റ്, DBT പോലെയുള്ള എക്സാമുകൾ എന്ത് ചെയ്യുന്നുണ്ട്,
വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു വലിയ വെല്ലുവിളിയും ലൈഫ് സയൻസസ് സ്ട്രീമിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വലിയ വെല്ലുവിളിയും ആക്ച്വലി ഇത് തന്നെയാണ്. ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉള്ള ഒരു എക്സാം ആണ് ലൈഫ് സയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മീൻസ് ഇത് ഈ ഒരു സ്കീമിൽ നിന്ന് പല സ്കീമിൽ നിന്നും വരുന്ന CSER അല്ലെങ്കിൽ ഐക്കർ ആസ്പിരൻസിന്റെ ഒക്കെ ജോലി കുറച്ച് ട്രബിൾ ആണ് അല്ലെ, കുറച്ചും കൂടെ അധികം നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് വരുന്നത്. ഓക്കെ, ഓക്കെ ഫൈൻ. ഓഡിബിൾ ആണല്ലോ അല്ലെ? സ്റ്റക്ക് ആയി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം കേട്ടോ പാർട്ടിസിപ്പൻസ്. യെസ്. സോ നെക്സ്റ്റ് വി ഡീൽസ് വിത്ത് ദ മേജർ എക്സാംസ് ഓഫ് ദി ലൈഫ് സയൻസസ്. അപ്പോൾ ഒരു ലൈഫ് സയൻസിൽ MSc അല്ലെങ്കിൽ MTech ഒക്കെ എടുത്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഹി ഓർ ഷീ ക്യാൻ അറ്റൻഡിങ് വേരിയസ് ഫെലോഷിപ്പ് എക്സാംസ്. ഇവിടെ ഇരിക്കുന്ന പാർട്ടിസിപ്പൻസിനെല്ലാം അറിയുന്ന കാര്യമായിരിക്കും അത്. നമുക്കറിയാം CSIR UGC NET JR മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ലൈസൻസ് സ്റ്റുഡൻസും PG ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ PG കഴിഞ്ഞ ഉടനെ എന്നൊക്കെയുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന വൺ ഓഫ് ദി മേജർ എക്സാം ആണ് CSIR UGC NET എന്ന് പറയുന്നത്. ആക്ച്വലി ഇവര് ഫെലോഷിപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഫെലോഷിപ്പ് മാത്രമല്ല അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും സീക്ക് ചെയ്യുന്ന ഒരു എക്സാം ആണ് CSIR UGC NET എന്ന് പറയുന്നത്. ആൻഡ് അനദർ വൺ ഈസ് DBT ആക്ച്വലി ബയോടെക്നോളജി ഫീൽഡിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായിട്ട് എഴുതാറുള്ളത്. സോ CSIR UGC NET പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബയോടെക്നോളജി ഫീൽഡിൽ നിന്നുള്ള ഒരു ആസ്പിരന്റിന് ഡെഫിനറ്റ്ലി ഹി ക്യാൻ അറ്റൻഡ് ദ DBT എക്സാം ഓൾസോ. And there is also ICMR GRF and GATE for life science and ICAR and some others exam also. So ഇത്തരം എക്സാമുകളാണ് ഒരു ലൈഫ് സയൻസ് സ്ട്രീമിൽ നിന്നും വരുന്ന സ്റ്റുഡൻസുകൾ നോർമലി പ്രിപ്പയർ ചെയ്യാറുള്ളത്, അറ്റൻഡ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ അതില് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ എക്സാംസുകളെല്ലാം തന്നെ നമുക്ക് സ്റ്റൈപ്പൻഡ് തരുന്ന, ഫെലോഷിപ്സ് തരുന്ന എക്സാമുകളാണ്. നമുക്ക് നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റൈപ്പൻഡ് ആണ് ആക്ച്വലി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. യെസ്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മറ്റൊരു ലക്ഷ്യം അല്ല, ഇത്തരം എക്സാമ്പിൾ എഴുതുന്നതിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കൊരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്നിട്ടുള്ള ഒരു ജോബിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈഫ് സയൻസ് സ്കീമിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്യേണ്ട എക്സാം ആണ് ഒന്ന് CSIR UGC NET ആൻഡ് ഐക്കർ നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഐക്കർ നെറ്റിൽ ഒരുപാട് ഫീൽഡുകൾ ഉണ്ട്. ബയോകെമിസ്ട്രി, ഇപ്പൊ ബോട്ടണി ഫീൽഡിൽ നിന്നുള്ള ഒരു കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഷീ ക്യാൻ അറ്റൻഡ് ക്രോപ്പ് ഫിസിയോളജി എക്സാം. അറിയാലോ, ഐക്കർ നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറെന്റ് സബ്ജക്ട്സിൽ വരുന്നുണ്ട്. അപ്പൊ ബോട്ടണി സ്കീമിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഷീ ക്യാൻ അറ്റൻഡിങ് ദ ഐക്കർ നെറ്റ് ഇൻ ക്രോപ്പ് ഫിസിയോളജി. അല്ല, ബയോകെമിസ്ട്രി ഫീൽഡിൽ നിന്നുള്ള ഒരാളാണ്, MSc ബയോകെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ ഐക്കർ ബയോകെമിസ്ട്രി ടോപ്പിക്കിലാണ് ഐക്കർ നെറ്റ് എഴുതുന്നത്. ആൻഡ് സോളജി ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരാളാണെങ്കിൽ എൻഡമോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലാണ് അവര് എന്ത് ചെയ്യുക, നെറ്റ് എഴുതുന്നത്, എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ CSIR UGC നെറ്റും ഐക്കർ നെറ്റും കിട്ടിയിട്ടുള്ള ഒരാൾക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, ഒരു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യാം. ബട്ട് ഇൻ ദിസ് കേസ് നമ്മുടെ ഐഫറിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് CSIR UGC NET ലൈഫ് സയൻസസ് ആണ്. അതായത് മെയിൻ ആയിട്ട് നമ്മൾ CSIR UGC നെറ്റിന്റെ സിലബസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ സിലബസ് ബേസിസിലുള്ള ലൈവ് സെഷൻസും ക്ലാസ്സുകളും ഒക്കെയാണ് ഇവിടെ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നതും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതും ഒക്കെ. യെസ്. സോ നമുക്ക് ആദ്യം തന്നെ CSIR UGC NET ലൈഫ് സയൻസിന്റെ സിലബസുകൾ നോക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം.
ഓക്കെ, സോ CSIR UGC നെറ്റ് സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ മുന്നേ ഉള്ള സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു ലൈഫ് സയൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ബ്രാഞ്ചസിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഒരുപാട് ഫീൽഡുകൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് ആ ഫീൽഡുകളിൽ നിന്നുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ഒരു വൈഡ് സിലബസ് ആണ് ഒരു CSIR ആസ്പിരന്റിന് പഠിക്കാനുള്ളത് അല്ലെ. അപ്പോൾ 13 യൂണിറ്റുകളാണ് ഓവറോൾ നമുക്ക് ഈ ഒരു സിലബസിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 13 യൂണിറ്റുകളിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു യൂണിറ്റുകളിലൂടെ ഒന്ന് പോയി നോക്കാം ഏതൊക്കെ ഏരിയാസ് ആണ് ഓരോ യൂണിറ്റും പറയുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ് യൂണിറ്റ് മോളിക്യൂൾസ് ആൻഡ് ദർ ഇന്ററാക്ഷൻ റിലവന്റ് ടു ബയോളജി. അതായത് മെയിൻ ആയിട്ട് ബയോ കെമിസ്ട്രി ഡീൽ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇത്. അതായത് ബയോകെമിക്കൽ ബേസിക്കുകൾ, ബോണ്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ ബയോ എനർജറ്റിക് സൈക്കിൾസ് ഇതിൽ പറയുന്നുണ്ട്. ബയോ മോളിക്യൂൾസിന്റെ സ്ട്രക്ചർ, ഫംഗ്ഷൻ, അവരുടെ കൺഫോർമേഷൻസ്, ബയോമോളിക്യൂൾസുകളുടെ അതുപോലെ തന്നെ മെറ്റാബോളിസം, അങ്ങനെയുള്ള ഒരുപാട് ബയോകെമിസ്ട്രി എന്ന് നമ്മൾ പൊതുവെ പറയുന്ന അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു യൂണിറ്റിന് കീഴിലാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, സെക്കൻഡ് യൂണിറ്റ് ആണ് സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം ഒരു സെല്ല് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ. ആ സെല്ലിന് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും, ഒരു സൈറ്റോപ്ലാസം ഉണ്ടാവും, ഒരു ഇന്റേർണലി ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. മെംബ്രൈനിന്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, ആ ഒരു മെംബ്രൈനിലൂടെ നടക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം, അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഓർഗനലുകൾ അല്ലെ, സൈറ്റോപ്ലാസത്തിൽ എംബഡഡ് ആയിട്ട് കാണുന്ന സെൽ ഓർഗനുകളുടെ സ്ട്രക്ചറും ഓർഗനൈസേഷനും ഫങ്ഷനും ഒക്കെ നമ്മൾ വളരെ ഡീപ്പായിട്ട് തന്നെ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ന്യൂക്ലിയസ് ഫോം ചെയ്തിട്ടുള്ള ക്രോമസോംസിന്റെ ഓർഗനൈസേഷൻസ്, ജീൻസിന്റെ ഓർഗനൈസേഷൻസ്, ക്രോമസോമിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അതുപോലെ സെൽ ഡിവിഷൻസ്, അതുപോലെ സെൽ സൈക്കിൾ. അപ്പൊ ഇത്രയും യൂണിറ്റ്സുകൾ മീൻസ് ഇത്രയും പോർഷൻസ് ആണ് ഈ ഒരു സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂണിറ്റിന് നമ്മൾ ഡീൽ ചെയ്യാം. ആൻഡ് തേർഡ് യൂണിറ്റ്, വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ പ്രോസസ് ആണ്. അതായത് സെല്ലിനകത്ത് നടക്കുന്ന ബേസിക് ആയിട്ടുള്ള പ്രോസസ് ആണ് സെല്ലിലെ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, കൺട്രോൾ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോർമലി ഈ ഒരു യൂണിറ്റിനെ നമ്മൾ മോളിക്കുലാർ ബയോളജി എന്നാണ് പറയാറുള്ളത് അല്ലെ. അപ്പോ തേർഡ് യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു യൂണിറ്റ് ആണ്. ആൻഡ് ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് സെൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെൽ സിഗ്നലിംഗ്. അതായത് വേരിയസ് ആയിട്ടുള്ള സെല്ലുകൾ തമ്മിൽ ഉണ്ടാവുന്ന സിഗ്നലിംഗ്, അവരുടെ തമ്മിലെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പറയാം. അപ്പോൾ ക്യാൻസർ, ഇമ്മ്യൂണോളജി, ഹോസ്റ്റ് പാത്തോജൻ ഇന്ററാക്ഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫോർത്ത് യൂണിറ്റിലാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഡെവലപ്മെന്റൽ ബയോളജി. ദ ഹോൾ ഓർഗാനിസം ഡെവലപ്മെന്റ് നമ്മൾ ഇവിടെയാണ് പഠിക്കുക. അതായത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗാനിസം മുതൽ വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ വരെയുള്ള കംപ്ലീറ്റ് ഓർഗാനിസത്തിന്റെയും പ്ലാന്റ്സിന്റെയും ഒക്കെ ഡെവലപ്മെന്റ് നമ്മൾ ഈ ഒരു DB അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ബയോളജിയിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നു. ആൻഡ് അഡീഷണലി പ്രോഗ്രാംഡ് PCD അപ്പോപ്റ്റോസിസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്, ഏജിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. ആൻഡ് സിക്സ്ത് യൂണിറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് ഫിസിയോളജി. അതായത് പ്ലാന്റ്സിൽ നടക്കുന്ന ഫിസിയോളജിക്കൽ ഇവന്റുകൾ, അങ്ങനെയുള്ള ഒരുപാട്, അതിൽ മെയിൻ ആയിട്ട് പ്ലാന്റ് ഹോർമോൺസുകൾ, അതുപോലെ പ്ലാന്റ് റെസ്പോൺസസ്, പിന്നെ സൊല്യൂട്ടിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന സെക്കൻഡറി മെറ്റാബോലൈറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡീൽ ചെയ്യുക. സെവൻത്ത് യൂണിറ്റ് ആണ് അനിമൽ ഫിസിയോളജി. യൂണിറ്റ് അനിമൽ ഫിസിയോളജി ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ CSIR എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ഫിസിയോളജിയിലാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഇൻഹെറിറ്റൻസ് ബയോളജി. ഇൻഹെറിറ്റൻസ് ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനറ്റിക്സ് ആണ് അല്ലെ. നമ്മൾ ജെനറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിൽ പഠിക്കുന്നത്. മാപ്പിങ്ങും അതുപോലെ തന്നെ ക്രോസിംഗ്, ലിങ്കേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് ബയോളജിയിൽ ഡീൽ ചെയ്യുക. ആൻഡ് ദ നയൻത് വൺ ഈസ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോംസ്. അതിൽ നമ്മൾ പേര് പോലെ തന്നെ നമ്മൾ ടാക്സോണമിക്കൽ അപ്രോച്ചസും
ഔട്ട്ലൈൻ ക്ലാസിഫിക്കേഷൻ, അതായത് പ്ലാന്റ്സ്, ആനിമൽസ്, അതുപോലെ ലോവർ ലെവലിലുള്ള ഓർഗാനിസംസിന്റെ ഒക്കെ ക്ലാസിഫിക്കേഷനും അവരുടെ ഡൈവേഴ്സിറ്റി ഒക്കെയാണ് നമ്മൾ ഈ ഒരു 9th യൂണിറ്റിൽ നമ്മൾ ഡീൽ ചെയ്യുക. ആൻഡ് 10th യൂണിറ്റ് എന്ന് പറയുന്നത് ഇക്കോളജി ആണ്. അതായത് സറൗണ്ടിങ്സിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡീസ് ആണ് ആക്ച്വലി ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാബിറ്റാറ്റിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ്, പിന്നെ പോപ്പുലേഷന്റെ ഫങ്ഷൻസ്, അങ്ങനെ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കമ്മ്യൂണിറ്റി, അതുപോലെ ഓരോ എക്കോളജിയുടെ സക്സഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നമ്മുടെ എക്കോസിസ്റ്റത്തെ കുറിച്ചിട്ട്, ടോട്ടൽ ബയോജിയോഗ്രഫി, സ്പീഷ്യസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, സ്പീഷ്യസിന്റെ ഒക്കെ കൺസർവേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്കോളജിക്കൽ പ്രിൻസിപ്പിളിൽ വരുന്നുണ്ട്. പിന്നെ 11th യൂണിറ്റ് എവല്യൂഷൻ ആണ്. അതായത് കംപ്ലീറ്റ് എർത്തിന്റെയും ഓർഗാനിസത്തിന്റെയും ഒക്കെ ഒരു എവല്യൂഷൻ, ആൻസിസ്റ്റർ, പോളിമോർഫി, അങ്ങനെ ഒരുപാട് യൂണിറ്റ് കണ്ടൻസുകളാണ് 11th യൂണിറ്റിൽ വരിക. പിന്നെ 12th and 13th യൂണിറ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് 2 യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അതായത് ആപ്ലിക്കേഷൻ ആണ്. മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും അഗ്രികൾച്ചർ ഫീൽഡിലാണെങ്കിലും അങ്ങനെ ഒരുപാട് ഫീൽഡുകളിൽ നമ്മൾ ലൈഫ് സയൻസിന്റെ ആപ്ലിക്കേഷൻ വരുന്ന എന്തൊക്കെ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്, ആ ആപ്ലിക്കേഷനും അതിന്റെ ടെക്നിക്കും ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ് ആക്ച്വലി 12th and 13th യൂണിറ്റ് എന്ന് പറയുന്നത്. CSERന്റെ ഒരു മേജർ ഫോക്കസിങ് ഏരിയ കൂടിയാണ് 12th and 13th യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇത് ഞാൻ വളരെ സിംപ്ലൈസ് ചെയ്തിട്ട് പറയുന്ന ഒരു കണ്ടീഷനാണ്. നമ്മുടെ സിലബസ് നോക്കിയിട്ടുള്ള ആളുകൾക്ക് അറിയാം, ഒരുപാട് 5-6 പേജ് വരുന്ന ഒരു സിലബസ് ആണ് നമുക്കുള്ളത്. ഇനി അതന്നെ വളരെ കുറവാണ്. പക്ഷെ അത് ഓരോ യൂണിറ്റും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബൾക്കി ആയിട്ടുള്ള ഒരു വലിയ സംഭവമായിട്ടാണ് ആക്ച്വലി CSERന്റെ ഈ ഒരു സിലബസ് ഉള്ളത്. ഓക്കെ, സോ ഒരു ഓവറോൾ പിക്ചർ ആണ് ഞാൻ സിലബസിനെ കുറിച്ചിട്ട് ഇപ്പോ ഈ ഒരു 2-3 സ്ലൈഡിലൂടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, ഒരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ്ലി നമ്മൾ ഈ ടോപ്പിക്കിലൊക്കെ 13 യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. അപ്പൊ ഈ 13 യൂണിറ്റുകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? അപ്പോൾ CSER മുൻപ് പല പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആസ്പിരൻസുകൾ ഇതിലുണ്ടാവും, നമ്മുടെ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. ചിലർ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരായിരിക്കാം, ചിലർ സെക്കൻഡ് ടൈം ആവും, ചിലർ 3-4 പ്രാവശ്യമൊക്കെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഏകദേശം ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ 3-4 പ്രാവശ്യമൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ആളുകൾക്ക് അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും. അപ്പോ നമ്മൾ ഈ പറഞ്ഞ 13 യൂണിറ്റുകളില് ഏകദേശം 10ഓളം യൂണിറ്റുകളും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഓക്കെ, 10 യൂണിറ്റുകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അപ്പൊ ആ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള യൂണിറ്റുകളാണ് ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, ഇനി ഈ ഒരു യൂണിറ്റിൽ ഞാനിവിടെ നേരത്തെ ഈ ഒരു സ്ലൈഡ് നമ്മൾ കണ്ടിട്ടുള്ള 10ഓളം യൂണിറ്റുകളുണ്ട്. അപ്പോ ഈ യൂണിറ്റിന്റെ ഒരു 2 ടേമില്, 3 ടേമില് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ്, ഓരോ ഭാഗത്തു നിന്നും എത്ര ടോപ്പിക് വൈസ് ആയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള അതിന്റെ ഒരു ഇൻഫോർമേഷൻ തരുന്ന ഒരു ടേബിൾ ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. സോ അതില് 11 യൂണിറ്റുകളാണ് അല്ലെ, ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള 11 യൂണിറ്റുകൾ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ ഞാനിതില് നിങ്ങൾക്ക് നോക്കിയാൽ പാർട്ട് ബി, പാർട്ട് സി എന്നാണ് ഞാനിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് നിങ്ങൾക്ക് അറിയാലോ സിലബസ് വൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് ഇത്. അപ്പൊ ഞാൻ ജസ്റ്റ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. CSER UGC നെറ്റ് എക്സാമിന് 3 പാർട്സ് ആണ് നോർമലി ഉള്ളത്. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി, അങ്ങനെ 3 പാർട്ടുകളായിട്ടാണ് ഉള്ളത്. ഇപ്പൊ പാർട്ട് എ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ജനറലി ആപ്റ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 20 ചോദ്യങ്ങളാണ് ആ ഒരു ഏരിയയിൽ നിന്ന് വരിക. അപ്പൊ ഇത് ആക്ച്വലി നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടൊന്നുമില്ല. കറണ്ട് അഫെയർ ആയിട്ടുള്ള കാര്യങ്ങള്, പിന്നെ ജോമെട്രിക്കൽ ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ഒരുപാട് ജനറൽ ആയിട്ടുള്ള കുറച്ച് ലോജിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഫസ്റ്റ് സെഷൻ ഓർ പാർട്ട് എയിൽ വരുന്നത്. പാർട്ട് ബി ആൻഡ് പാർട്ട് സി എന്ന് പറയുന്നത് നമ്മുടെ സിലബസിനെ മാത്രം ബേസ് ചെയ്തിട്ട് വരുന്ന
ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം ഇവിടെ അനലൈസ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളും തന്നെ ഏത് ആസ്പിരന്റ് ആണെങ്കിലും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു പാർട്ട് ബി ആൻഡ് പാർട്ട് സിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് നോർമലി. ഓക്കെ, സോ നമ്മൾ ഇവിടെ 2023 ഡിസംബർ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാം, അതുപോലെ 2023 ജൂൺ ആൻഡ് 2022 ജൂൺ. 2022 ഡിസംബർ ആക്ച്വലി 2023 ജൂണിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എക്സാം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഈ 2 വർഷത്തിനിടെ CSER 3 എക്സാമുകളാണ് നടത്തിയിട്ടുള്ളത്. 3 എക്സാമും CBT മോഡിലാണ്. അറിയാലോ, 2019 മുതൽ നമ്മൾ CBT മോഡാണ്, NTA ആണ് ആക്ച്വലി CSER എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ ഒരുപാട് പാറ്റേൺ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസിൽ, അല്ലെ? നമുക്ക് ഒരു OMR എക്സാം എഴുതിയിട്ടുള്ളതും CBT മോഡ് എക്സാമും എഴുതിയിട്ടുള്ള ഒരു വ്യക്തിക്ക് രണ്ടും ഒരുപോലെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിക്ക് ശരിക്കും ആ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള പാറ്റേണും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള രീതിയിലൊക്കെ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കട്ട് ഓഫിന്റെ റേഞ്ചിലാണെങ്കിലും നമ്മുടെ റിസൾട്ട് വരുന്ന രീതിയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ CSER ഈ ഒരു CBT മോഡിലേക്ക് വന്നതോട് കൂടിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ 11 യൂണിറ്റുകൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ഈക്വൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 11 യൂണിറ്റുകൾ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത 13 യൂണിറ്റിലും 11 യൂണിറ്റുകൾക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ തന്നെ ഈ 3 ടേമിലും ഒരേ റേഞ്ചിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയാസ് നിങ്ങൾക്ക് കാണാം. ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ ആണത്. അപ്പൊ യു ക്യാൻ സി ഫസ്റ്റ് യൂണിറ്റിന്ന് ഈ 3 ടേമിലും കൂടെ ഏകദേശം 6 ചോദ്യം, 7 ചോദ്യം, 8 ചോദ്യം, ആ ഒരു റേഞ്ചിൽ, ഒരു 6, 7, 8 എന്നുള്ള റേഞ്ചിലാണ് ആക്ച്വലി C പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത്. ആ ഒരു റേഞ്ച് തന്നെയാണ് ആക്ച്വലി B പാർട്ടിലാണെങ്കിലും C പാർട്ടിലാണെങ്കിലും 6, 7 അല്ലെങ്കിൽ 8 എന്നുള്ള ഒരു റേഞ്ചിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അത് 3 ടേമിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 2 നോക്കിക്കഴിഞ്ഞാലും ഏകദേശം ആ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്, എന്നാലും ഫസ്റ്റ് യൂണിറ്റിന് അത്രയില്ല. ആൻഡ് തേർഡ് യൂണിറ്റും ഒട്ടും ബാക്കിലല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് 3 ടേമിലും ചോദിച്ചിട്ടുണ്ട്. ഫോർത്ത് യൂണിറ്റും അങ്ങനെ തന്നെ, ആൻഡ് ഫിഫ്ത്ത് യൂണിറ്റ്. അപ്പൊ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, തേർഡ് യൂണിറ്റ്, ഫോർത്ത് യൂണിറ്റ്, ഫിഫ്ത്ത് യൂണിറ്റ് ആൻഡ് 8th യൂണിറ്റ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് ബയോളജി ആൻഡ് 10th യൂണിറ്റ് ആയിട്ടുള്ള എക്കോളജി. ഇവിടെ 11 ആണ് നമ്പർ, സീരിയൽ നമ്പർ കൊടുത്തതാണ്. ആക്ച്വലി എക്കോളജി എന്ന് പറയുന്നത് 10th യൂണിറ്റ് ആണ്. അപ്പോ എക്കോളജി എന്നൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. CSERന്റെ വളരെ ഇൻട്രസ്റ്റ് ഓഫ് ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ് ആക്ച്വലി എക്കോളജി എന്ന് പറയുന്നത്. അപ്പോ ഈ കാണുന്ന യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 5, then യൂണിറ്റ് 8 ആൻഡ് യൂണിറ്റ് 10 എക്കോളജി, അല്ലേ? അപ്പൊ നമുക്ക് മോസ്റ്റ് സ്കോറിംഗ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു CSER ആസ്പിരന്റ് മറക്കരുത് 7 ആണ്. 7 യൂണിറ്റിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ CSER എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോ CSIRന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ആസ്പിരന്റും ഈ 7 യൂണിറ്റിന് എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനത്തിൽ നിന്നും വിട്ടുകളയാൻ പാടില്ല. സോ ഈ 7 യൂണിറ്റ്സ് ഡെഫിനറ്റ്ലി നമ്മൾ കവർ ചെയ്യണം. ഈ 7ല് ചിലപ്പോൾ ബയോടെക് സ്കീമിലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ്, അതുപോലെ ബയോ കെമിസ്ട്രി പോലെയുള്ള പോർഷനിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ അവര് പഠിക്കാത്ത ഏരിയ ആയിരിക്കും. തീരെ നോക്കിയിട്ട് മീൻസ് അവർക്ക് അവരുടെ പേപ്പേഴ്സിലൊന്നും PG ലെവലിലൊന്നും ചിലപ്പോൾ ഈ ഒരു ഏരിയ വന്നിട്ടുണ്ടാവില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സോ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇതിന് ഏതെങ്കിലും ഒരെണ്ണം സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ സ്കിപ്പ് ചെയ്യുമ്പോഴും റാൻഡം ആയിട്ട് ബാക്കിയുള്ള 6 യൂണിറ്റ് നോക്കാൻ പാടില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ PYQസും ക്വസ്റ്റ്യൻസും ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഈ ഒരു 7 യൂണിറ്റിന് എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം.
ഫ്രഷപ്പ് ആക്കണം. അതിലുള്ള നോളജ് നമ്മൾ നന്നായിട്ട് ഗെയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ CSER പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ മറക്കാതിരിക്കുക. 7 യൂണിറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സുകളാണ്. നമ്മുടെ സക്സസിലേക്ക് നമ്മൾ നയിക്കുന്ന ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സുകളാണ് ഈ 7 യൂണിറ്റ്സുകളും. ഓക്കെ, ഇനി ഈ മോസ്റ്റ് സ്കോറിംഗ് ആയിട്ടുള്ള യെസ്, അപ്പോൾ ഈ മോസ്റ്റ് സ്കോറിംഗ് ആയിട്ടുള്ള 7 യൂണിറ്റുകൾ എപ്പോഴും ഒരു CSER ആസ്പിരന്റിന്റെ മനസ്സിലുണ്ടായിരിക്കണം. ഒന്നുകൂടെ നോക്കുക, ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഹൈ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ 7 ഭാഗത്തുനിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്ലി ഒരു CSER ആസ്പിരന്റിന് ആ ഒരു വ്യക്തിക്ക് CSER നെറ്റോ അല്ലെങ്കിൽ JRF നേടാൻ കഴിയാത്തതിനുള്ള 3 കാരണങ്ങൾ നമുക്കിവിടെ നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണ് നമുക്കറിയാം, റീസെന്റ് ആയിട്ട്, അതായത് 2019 മുതൽ CBT മോഡിലേക്ക് വന്നപ്പോൾ മുതൽ CSIRന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഹൈ ആണ്. അതും പെർസെന്റൈൽ സ്കോറിലാണ് പറയുന്നത്. CSER നിങ്ങൾക്ക് അറിയാം, ലൈഫ് സയൻസ് അല്ലാതെ CSER എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന ടോപ്പിക്കുകളാണ് ഫിസിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഓഷ്യാനോഗ്രഫി. ഇവരിലെല്ലാം ആക്ച്വലി പെർസെൻറ്റേജിലാണ് ഇവരുടെ കട്ട് ഓഫ് പറയുമ്പോഴും ലൈഫ് സയൻസ് പെർസെന്റൈൽ സ്കോറിലാണ് പറയാം, നോർമലൈസ്ഡ് ആയിട്ടുള്ള സ്കോറിലാണ് പറയുന്നത്. അതിന്റെ ഒരു കാരണം നമുക്ക് 2 ഷിഫ്റ്റ് എക്സാം ഉണ്ട് എന്നുള്ളതാണ്. 2 ഷിഫ്റ്റുകളായിട്ടാണ്, മറ്റതെല്ലാം ഒരു സിംഗിൾ ഷിഫ്റ്റിലാണ് എക്സാംസ് നടത്തുക. പക്ഷെ ലൈഫ് സയൻസ് CBT മോഡിലേക്ക് വന്നതോട് കൂടിയിട്ട് ആപ്ലിക്കൻസിന്റെ എണ്ണം നല്ല പോലെ ഇൻക്രീസ്ഡ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് എക്സാം ഒക്കെ ഏകദേശം അത്രയും എമൗണ്ട്, ഏകദേശം ഒരു 1 ലക്ഷത്തിന്റെ അടുത്തായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഹ്യൂജ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഈ ഒരു എക്സാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം 2 ഷിഫ്റ്റിലായിട്ട് അവർ നടത്തുന്നു എക്സാംസ്. കാരണം കമ്പ്യൂട്ടർ സെന്ററുകൾ ഓഫർ ചെയ്യണമല്ലോ എക്സാംസിന്. അപ്പോൾ അറ്റ് എ ടൈം ഇത്രയും പരീക്ഷാർത്ഥികൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കാരണം കൊണ്ടാണ് ഇവർ 2 ഷിഫ്റ്റുകളായിട്ട് ആക്ച്വലി CSER കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 2 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് യൂസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, നോർമലൈസ്ഡ് ആയിട്ടുള്ള നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നടത്താറുണ്ട്. ആ നോർമലൈസേഷനിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആക്ച്വൽ പെർസെൻറ്റേജ് അല്ല, നമുക്ക് കിട്ടുന്നത് നമ്മുടെ പെർസെന്റൈൽ സ്കോർ ആണ്. പെർസെന്റൈൽ സ്കോർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എക്സാം എഴുതിയ മൊത്തം ആളുകളിൽ ഞാൻ എത്രത്തോളം നല്ലതാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ആക്ച്വലി അവിടെ തരിക. അതായത് ഒരാളുടെ പെർസെന്റൈൽ സ്കോർ 80 ആണ് എന്നുണ്ടെങ്കിൽ അയാള് ബാക്കി 80% ഉള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ അത്രയും പരീക്ഷാർത്ഥികൾ 80% ഉള്ള ആളുകളെക്കാൾ മുന്നിലാണ് ഞാനുള്ളത്. ആ ഒരു ഇൻഫർമേഷൻ ആണ് ആക്ച്വലി 80% സ്കോറിലൂടെ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അത് നമുക്ക് 80% എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് 80% മാർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 35% നമുക്ക് മാർക്ക് ഉണ്ട്. അതാണ് പെർസെൻറ്റേജിൽ പറയുമ്പോൾ. പെർസെന്റൈൽ സ്കോറിൽ പറയുമ്പോൾ മൊത്തം പോപ്പുലേഷനിൽ നമ്മുടെ ഒരു ലെവൽ എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കട്ട് ഓഫ് വരുമ്പോഴൊക്കെ ലൈഫ് സയൻസിന്റെ കേസിൽ ഈ പെർസെന്റൈൽ സ്കോറിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പെർസെന്റൈൽ സ്കോർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി യെസ് യു ക്യാൻ സീ ഹിയർ, ഇപ്പോ ഒരു റീസെന്റ് ആയിട്ട് 2020 മുതൽ 2020, 2021 മുതൽ 2023 ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ജൂണിൽ നടന്ന എക്സാം വരെയുള്ള കട്ട് ഓഫ് ആണ്. ഡിസംബറിലെ കട്ട് ഓഫ് വന്നിട്ടില്ല, സ്കോർ കാർഡ് ആണ് ഇപ്പോൾ ഇന്നലെ ആയിട്ട് റിലീസ് ആയിട്ടേ ഉള്ളൂ. അപ്പൊ അതും നമുക്ക് വരുന്ന ദിവസങ്ങളിലായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏകദേശം ഈ ഒരു 3 ഇയേഴ്സിന്റെ ഉള്ളിൽ, 3 to 4 ഇയേഴ്സിന്റെ ഉള്ളിൽ നമ്മുടെ ഒരു ലാബ് സയൻസിന്റെ നോർമലൈസ്ഡ് സ്കോർ JRFന്റെയും അതുപോലെ തന്നെ ലെക്ചർഷിപ്പിന്റെയും കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറൽ സ്കീമിൽ 98 ആണ്, 98.9 സംതിങ്. ഓക്കെ, അതായത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു റേഞ്ച് ആണത്. ലെക്ചർഷിപ്പിനാണെന്നുണ്ടെങ്കിൽ 97.39 പെർസെന്റൈൽ സ്കോർ. പെർസെന്റൈൽ സ്കോർ ആക്ച്വലി ഇങ്ങനെയല്ല പറയാറുള്ളത്, 98.9234 അങ്ങനെ വലിയൊരു ഡെസിമൽ ഡിജിറ്റ് ആയിട്ടാണ് നമ്മൾ കാണുക. അതുപോലെ SC SC കാറ്റഗറിയിലാണെങ്കിൽ 91 ആണ് അവരുടെ പെർസെന്റൈൽ സ്കോർ.
അതായത് ഈ 91 പോയിന്റ് സംതിങ് ഉള്ള ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് നമ്മുടെ പെർസെന്റൈൽ സ്കോർ, നമ്മുടെ NTA സ്കോർ വെച്ചിട്ട് നമ്മൾ നമ്മുടെ പെർസെന്റൈൽ സ്കോർ കാണുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ്. യെസ്. പിന്നെ OBC കാറ്റഗറിയിൽ ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ 96 ആണ് അവരുടെ JRF എന്ന് പറയുന്നത്, JRFന്റെ പെർസെന്റൈൽ സ്കോർ എന്ന് പറയുന്നത്. ആൻഡ് ലെക്ചർഷിപ്പിന് അവർക്ക് 93.77 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് സ്കെയിലാണ് നമുക്ക് ഇവിടെ മറികടക്കാനുള്ളത് അല്ലെ. അപ്പോൾ ഹൈ കട്ട് ഓഫ് റേഞ്ചിനെ നമുക്ക് മറികടക്കണം എന്നുള്ളത് ഒരു CSER ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വലിയൊരു തടസ്സമാണ്. അപ്പൊ അതിനെ കട്ട് ഓഫ് ചെയ്തിട്ട് വേണം, ആ ഒരു കട്ട് ഓഫിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മുടെ JRF അല്ലെങ്കിൽ നെറ്റ് എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താനായിട്ട്. ദാറ്റ്സ് ദ ഫസ്റ്റ് റീസൺ ഈസ് ദ കട്ട് ഓഫ്. ആൻഡ് സെക്കൻഡ് റീസൺ ഈസ് ദ വൈഡ് സിലബസ് ആണ് അല്ലെ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് 13 യൂണിറ്റുകളുള്ള ആ ഒരു വൈഡ് സിലബസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫീറ്റ് ചെയ്യണം. അപ്പൊ ഡിഫീറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മോസ്റ്റ് സ്കോറിംഗ് ആയിട്ടുള്ള യൂണിറ്റുകളെ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യാം. നമ്മുടെ പ്രിപ്പറേഷൻസിലും നമ്മുടെ PYQ ഡിസ്കഷൻ, അതുപോലെ നമ്മുടെ PYQ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആ മോസ്റ്റ് സ്കോറിംഗ് ആയിട്ടുള്ള യൂണിറ്റ്സുകളാണ് നമ്മൾ എടുക്കേണ്ടത്. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. മോസ്റ്റ് സ്കോർഡ് ആയിട്ടുള്ള 7 ഈ യൂണിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് അതിലുള്ള നോളജ് നമ്മൾ ഗെയിൻ ചെയ്യാം. ഓക്കെ. ഇനി ഈ സ്കോറിംഗ് യൂണിറ്റ്സിന്റെ കൂടെ ചിലപ്പോ നമ്മുടെ ടോപ്പിക് ഉണ്ടാവും. അതായത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കീമിൽ നിന്ന് വരുന്ന ലൈഫ് സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോ ഈ സ്കോറിംഗ് യൂണിറ്റില് 7 യൂണിറ്റില് കൂടാതെ ഫോർ എക്സാമ്പിൾ ഒരു ബോട്ടണി സ്കീമിൽ നിന്നും വരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ 7 ടോപ്പിക്കിന് കൂടാതെ ഒരു ബാക്കപ്പ്, നമ്മുടെ ഒരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോട്ടണി ഫീൽഡിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് പ്ലാന്റ് ഫിസിയോളജി കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. കാരണം 3 വർഷം പ്ലസ് 2 വർഷം PGക്കും ഇവർ ഇത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ. പ്ലാന്റ് ഫിസിയോളജി എന്തായാലും നമ്മൾ ഡീൽ ചെയ്യുന്ന നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പോർഷൻ ആണ്. അതുപോലെ പ്ലാന്റ് ടാക്സോണമി. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഏരിയ ഈ ഒരു ടോപ്പിക്, ഈ ഒരു സ്കോറിംഗ് യൂണിറ്റുകളുടെ കൂടെ നമ്മൾ എപ്പോഴും ബാക്കപ്പ് ആയിട്ട് വെക്കാം. ഓക്കെ. ആൻഡ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ബോട്ടണി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ 7 യൂണിറ്റിന്റെ കൂടെ പ്ലാന്റ് ഫിസിയോളജി അവർക്ക് ബാക്കപ്പ് ആയിട്ട് വെക്കാം. ഇനി ഒരു സുവോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണെങ്കിൽ അവർക്ക് ആനിമൽ ഫിസിയോളജി ബാക്കപ്പ് ആയിട്ട് വെക്കാം. അതുപോലെ തന്നെ ബയോടെക്നോളജി, അതുപോലെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നൊക്കെ വരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ 7 യൂണിറ്റിന്റെ കൂടെ അവർക്ക് 12th യൂണിറ്റോ 3rd യൂണിറ്റോ, അതായത് മെത്തേഡ്സ് ഇൻ ബയോളജി, അപ്ലൈഡ് ബയോളജി എന്ന് പറഞ്ഞ 2 യൂണിറ്റുകൾ ഇവർക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ബാക്കപ്പ് ആയിട്ട്, അതായത് ഇതിന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഇവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടെ ഈ അവർക്ക് ഓൾറെഡി അറിയാവുന്ന ഈ ടോപ്പിക്കും അവർ കൂടുതലായിട്ട് പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള കുറവുകൾ അവർക്ക് അവിടെ എന്ത് ചെയ്യാം, ഫുൾഫിൽ ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഒരു സ്കോറിംഗ് യൂണിറ്റ്സിന്റെ കൂടെ നമ്മുടെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഏരിയ, അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഏരിയയും കൂടെ എന്ത് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷൻസിൽ ആഡപ്പ് ചെയ്യുക. അപ്പൊ ടോട്ടലി നമ്മൾ ഒരു 9 യൂണിറ്റുകളെ നമ്മൾ ടാർഗറ്റ് ചെയ്യണം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കോറിംഗ് യൂണിറ്റ്സിന്റെ കൂടെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക്കും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ നമ്മള് 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. നമ്മുടെ ഈ ഒരു സിലബസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോസ്റ്റ് സ്കോറിംഗ് ആയിട്ടുള്ള ഈ യൂണിറ്റ്സ് 7 യൂണിറ്റ്സിനെയും പിന്നെ നമ്മുടെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. സോ
ആ ഒരു 3 ഏരിയ അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള ഏരിയ ആണ്. വളരെ ഈസിയസ്റ്റ് ആയിട്ടൊന്നും നമുക്ക് ഈ 9 യൂണിറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയൂല. അത്യാവശ്യം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു 3 യൂണിറ്റിലേക്ക് പഠിക്കാൻ നിൽക്കുന്നതിന് മുന്നേ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ CSER ക്രാക്ക് ചെയ്യാനായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വർക്ക് ഹാർഡ് ചെയ്യാനുള്ള ഒരു മനസ്സ് ആ ഒരു ആസ്പിരന്റിന് ഉണ്ടായിരിക്കണം. അറിയാം, എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് നമ്മൾ ഈ 9 യൂണിറ്റ് നമ്മൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കഷ്ടപ്പാട് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വർക്ക് ഹാർഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ആ ഒരു ആസ്പിരന്റിന് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നന്നായിട്ട് വർക്ക് ഹാർഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഡെഫിനറ്റ്ലി ഹി ഓർ ഷീ വാൺ. ആൻഡ് സെക്കൻഡ് വൺ, ഡെഡിക്കേഷൻ. നമ്മൾ ഒരു CSER ക്രാക്ക് ചെയ്യാനിരിക്കുന്ന, അതായത് വളരെ സീരിയസ് ആയിട്ട് ക്രാക്ക് ചെയ്യണം എന്ന ഒരു ചിന്തയോട് കൂടി ഇരിക്കുന്ന ഒരു ആസ്പിരന്റ് ഒരു 1 ഇയർ, ഒരു വർഷം പോലെ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അവര് ഡെഡിക്കേറ്റ് ചെയ്യണം. അതായത് അതിന്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് തോന്നാം ജോലിയൊന്നും ആയിട്ടില്ലല്ലോ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൈഡായിട്ട് പാർട്ട് ടൈം ആയിട്ടോ ഒക്കെ എനിക്കൊരു ജോലിക്ക് പോവായിരുന്നു എന്നുള്ളൊരു ചിന്ത നോർമലി വരാവുന്നതാണ്. അങ്ങനെ പല രീതിയിലുള്ള ചിന്തകളും ഈ ഒരു 1 ഇയറിൽ നമ്മുടെ ലൈഫിൽ വരാം. അപ്പോൾ അതിലൊന്നും ജോലി വേണം വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ അത് നമ്മുടെ പ്രിപ്പറേഷനെ ബാധിക്കുന്ന രീതിയിലായിരിക്കരുത്. ഈ 1 ഇയർ നമ്മൾ നന്നായിട്ട് CSER ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡെഡിക്കേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ്ലി ഞാൻ പറഞ്ഞു, നന്നായിട്ട് ഈ ഓരോ വളരെ ക്ഷമയോടുകൂടി 9 യൂണിറ്റുകളെയും നമുക്ക് ഡിഫീറ്റ് ചെയ്യണം. അതിന് നന്നായിട്ട് ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റി വേണം. ആൻഡ് സെക്കൻഡ് വൺ, നമ്മൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആവണം. തേർഡ് വണ് എന്താ, ബി കൺസിസ്റ്റന്റ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു, നമ്മുടെ ഫെയിലിയറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് ഞാനിത് ക്രാക്ക് ചെയ്യും എന്നുള്ള ഉറപ്പോട് കൂടി തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റഡി ജേർണി ഒരിക്കലും പകുതിയിൽ വെച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോവാൻ പാടില്ല. നമ്മൾ എന്താണോ നമ്മൾ എടുത്ത തീരുമാനം, ആ ഒരു തീരുമാനം നമ്മൾ ഇത് ക്രാക്ക് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാം, കൊണ്ടുപോവാ. അതിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ അടുത്ത്, റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്നാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ചുറ്റുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ പലരും നമ്മളോട് ചോദിക്കാം, ഇനി എന്തിനാ വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ. ചിലപ്പോൾ നമ്മൾ 3-4 പ്രാവശ്യം ഒന്നും അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ടൈമിലൊക്കെ CSER ലൈസൻസ് ക്രാക്ക് ചെയ്തിട്ടുള്ളവരെ വല്ലാത്ത കുജികളാണ് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ഒരു IQ ലെവൽ അത്രത്തോളം ഉള്ളതുകൊണ്ടായിരിക്കാം കുറച്ച് പേരൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്ത് പോകുന്നത്. പക്ഷെ ഓവറോൾ നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഞാൻ പറയുകയാണെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് നോർമലി JRF ക്രാക്ക് ചെയ്യാറുള്ളത് എല്ലാവരും. കാരണം അത്രയും ബൾക്കിയസ്റ്റ് ആയിട്ടുള്ള പോർഷൻ ആണ്, കൺസെപ്റ്റ് മനസ്സിലായി അത് നമ്മൾ അപ്ലൈ ചെയ്ത് ഒക്കെ വരുമ്പോഴേക്കും നമുക്കൊരു 1 ഇയർ ഗ്യാപ്പ് എന്തായാലും നമ്മുടെ സ്റ്റഡീസിന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അതൊന്നുകൂടെ വളരെ സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 മന്ത്സ് നമുക്ക് ധാരാളമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സ്റ്റഡീസിൽ നമുക്ക് ഒരുപാട് നമ്മളെ തളർത്താനൊക്കെ ആയിട്ട് പല എന്താ പറയാ ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ അതിലൊന്നും നമ്മൾ പതരാതെ നമ്മുടെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് JRF ആണെങ്കിൽ അതിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. സോ ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ബി കോൺസിസ്റ്റന്റ്. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ നമ്മൾ സിലബസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫീറ്റ് ചെയ്യാനുള്ള 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിന്റെ കൂടെ ഈ സിലബസിന്റെ കൂടെ വളരെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ 9 യൂണിറ്റിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 2011 മുതൽ 2023 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഈ 2011 മുതൽ 2023 വരെ ഉള്ള കാലഘട്ടത്തിൽ CSER എക്സാമിന്റെ പാറ്റേണിലും അതുപോലെ ചോദിക്കുന്ന ഏരിയാസ് ഒക്കെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ, ചേഞ്ചസ് ഇതിൽ ആക്ച്വലി വന്നിട്ടുണ്ട്. 2011 മുതൽ 15 വരെ ആക്ച്വലി ഒരേ പാറ്റേണിൽ ആണ് CSER ക്വസ്റ്റ്യൻസും എക്സാം പാറ്റേൺ ഒക്കെ ഉള്ളത്. 2015 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ
എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 2019 മുതൽ ഇപ്പോ ഈ ഒരു ടേം എന്താണ്, വീണ്ടും ഒരേ പാറ്റേണിലാണ്. അപ്പൊ ഒരു എന്താ പറയാ, 3 കാലഘട്ടങ്ങളായിട്ടുള്ള ചോദ്യപേപ്പറുകളാണ് ആക്ച്വലി PYQs ഉണ്ടായിരിക്കാം. അപ്പൊ ഇപ്പൊ വർക്ക് ചെയ്യുന്ന നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് 2019 ഡിസംബർ മുതൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള 2023 ഡിസംബർ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് അത് വർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യാം. അപ്പൊ JRF എന്ന് പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ, ആ ലൊക്കേഷനിലേക്ക് നമുക്ക് എത്തിക്കിട്ടാനുള്ള വഴിയാണ് സിലബസും അതുപോലെ തന്നെ അതിന്റെ PYQ. അതായത് സിലബസിൽ അലൈൻ ചെയ്യും, PYQ സിലബസിൽ അലൈൻ ചെയ്തിട്ട് വേണം ഒരു ആസ്പിരന്റ് CSER വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നോളജ് മാനേജ്മെന്റ് പ്ലാൻ ആണ്. നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആണ് നമുക്ക് സൗണ്ട് ആയിട്ടുള്ളത് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവണം. നമ്മുടെ വീക്ക് ഏരിയ ഏതാണ്, സ്ട്രോങ് ഏരിയ ഏതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ വീക്ക് ഏരിയയിൽ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. സ്ട്രോങ് ഏരിയ ഒട്ടും ആ സ്ട്രെങ്തൺ പോവാതെ അതുപോലെ സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യാൻ എപ്പോഴും നമ്മൾ റിവൈസ് ചെയ്യുക, റിഫ്രഷ്മെന്റ് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യാൻ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ്, വീക്ക് ഏരിയാസ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ നോക്കുക. ഞാൻ ഈ സ്ട്രോങ് ഏരിയ വീക്ക് ഏരിയ പറയുന്നത് നമ്മുടെ മോസ്റ്റ് സ്കോറിംഗ് യൂണിറ്റ് പ്ലസ് നമ്മുടെ ടോപ്പിക്, ആ ഒരു 9 യൂണിറ്റ് ആണ് ഈ പറയുന്നതെല്ലാം കേട്ടോ. അപ്പൊ അതിലുള്ള നോളജ് ആണ് നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. പിന്നെ നമ്മളൊരു ഈ പറഞ്ഞ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റഡി പാറ്റേൺ നമ്മൾ ഉണ്ടാക്കും. ഓക്കെ ആണല്ലോ. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് എന്താ പറയാ, നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, അല്ലേ? അപ്പൊ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ മോളിക്കുലാർ ബയോളജി എന്ന് പറഞ്ഞ ടോപ്പിക്ക് കംപ്ലീറ്റ്ലി 100% നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു, പഠിച്ചു, ലെവൽ ചെയ്തിട്ട് പോയിട്ട് അതിൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ബിവെയർ, നമ്മൾ അതിനെ കുറിച്ചിട്ട് എപ്പോഴും ആ ഒരു മുൻകരുതലോടെ ആയിരിക്കണം നമ്മൾ CSER പോവേണ്ടത്. കാരണം CSER ആണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അത്തരം ഒരു അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആവാൻ പാടില്ല. നമ്മുടെ മറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മറ്റ് സെക്ഷൻസിനെ അതൊരിക്കലും എന്ത് ചെയ്യരുത്, ബാധിക്കരുത്. അപ്പോ ഒരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അത്തരം അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ പാനിക് ആവരുത്. അത് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇഫ് ഇറ്റ് ഈസ് നമുക്ക് കൊണ്ട് ഒരു രക്ഷയും രക്ഷയില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യം എന്ത് ചെയ്യാം, സെയിം കേസ് പോലെ തന്നെ വരാം. ഇവിടെ നമുക്ക് പോയിട്ടുള്ള മാർക്ക് ജസ്റ്റ് ആ ഒരു സെറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ട് വേണം നമ്മുടെ CSER നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ ദാറ്റ് യു ബി ദ മാസ്റ്റർ ആൻഡ് യു ക്യാൻ അറ്റൈൻ യുവർ വിക്ടറി, ദാറ്റ് ഇസ് ദി GR. അല്ലെ, നമ്മുടെയൊക്കെ ലക്ഷ്യമാണ് GRF നേടുക, സ്റ്റൈപ്പൻഡ് മേടിക്കുക, നല്ല രീതിയിൽ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുക എന്നുള്ളത് ഏതൊരു ലൈഫ് സയൻസ് സ്റ്റുഡൻസിന്റെയും വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി അച്ചീവിങ് ദ GR. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഐഫർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, നമ്മുടെ ഐഫറിൽ അവരുടേതായിട്ടുള്ള ഒരു യുണീക്ക് അപ്രോച്ചിലൂടെ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ, അങ്ങനെ എക്സാമിന് നമുക്ക് ഡിഫീറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഐഫറിന്റെ ഒരു യുണീക്ക് അപ്രോച്ചിലൂടെയാണ് നമ്മൾ നമ്മുടെ CSER ആസ്പിരൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ യു ക്യാൻ സീ ഹിയർ ഐഫറിന്റെ സക്സസ് ആണ് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടത്, അല്ലെ? ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് JRF ഹ്യൂജ് എമൗണ്ട് ഓഫ്
നെറ്റും നമുക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അത്രയും വലിയൊരു സക്സസിലേക്ക് ഐഫറിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. So that reasons are pictured here. The first one is Emotech based learning system. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇമോഷണലി ആൻഡ് ടെക്നിക്കലി ഉള്ള ഒരു സിസ്റ്റം ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഏക സ്ഥാപനമാണ് ഐഫർ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റഡീസിലാണെങ്കിലും നമ്മുടെ മെറ്റീരിയൽസിലാണെങ്കിലും സെഷൻസിലാണെങ്കിലും ഒക്കെ ബിയോണ്ട് ദ പ്രോമിസസ് ഓഫർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഐഫർ എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം എന്താണ് ഈ ഇമോടെക് ബേസ്ഡ് ലേണിംഗ് സിസ്റ്റം എന്ന് നോക്കാം. ഇമോടെക് ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇമോഷണലി ആൻഡ് ടെക്നിക്കലി സപ്പോർട്ട് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് സെഷൻസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ സ്കോറിംഗ് യൂണിറ്റ്സുകൾ ഉണ്ട് അല്ലെ, അപ്പൊ അത്തരം സ്കോറിംഗ് യൂണിറ്റ്സുകൾ ഇന്റൻസീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, വളരെ കണ്ടന്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ലൈവ് സെഷൻസുകൾ അറ്റൻഡ് ചെയ്യുന്നു. ആ ലൈവ് സെഷൻസിന്റെ റെക്കോർഡഡ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഹൈലി കണ്ടന്റഡ് ആയിട്ടുള്ള ഈ പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ അത്രയും ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് തന്നെ ഹൈ കണ്ടന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഐഫറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ടെസ്റ്റുകൾ, പ്രാക്ടീസിങ് ടെസ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു സിലബസ്, PYQ, പ്രാക്ടീസിങ്, ഈ ഒരു ട്രയാങ്കിളിലാണ് നമ്മുടെ CSERന്റെ ഒരു പ്രിപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഡെയിലി ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ വീക്കിലി ആയിട്ടും അതുപോലെ തന്നെ മന്ത്ലി മോക്ക് ടെസ്റ്റ്, മെഗാ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുക, ഈ ഒരു ഐഫറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇവിടെ നമ്മുടെ ഐഫറിലെ ഒരു സ്റ്റുഡന്റ് ആക്ച്വൽ എക്സാം എഴുതുന്നതിന്റെ മുന്നേ ആയിട്ട് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് ഫൈനൽ എക്സാമിലേക്ക് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാമിൽ നമുക്ക് എക്സാം ടൈമിൽ ഉണ്ടാവുന്ന ഒരുപാട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതുകൂടെ ടൈം മാനേജ്മെന്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും നല്ലൊരു സക്സസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ദാറ്റ് ഇസ് ദ ടെക്നിക്കൽ സിസ്റ്റം. അപ്പൊ നല്ലൊരു ഹൈലി ക്വാളിറ്റി ഉള്ള ലൈവ് സെഷൻസുകളും അതുപോലെ തന്നെ കണ്ടന്റഡ് മെറ്റീരിയൽസും ആൻഡ് ടെസ്റ്റുകളും ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നമ്മുടെ ഐഫർ യൂണിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ദ ടെക്നിക്കൽ സപ്പോർട്ട്. ആൻഡ് സെക്കൻഡ്, ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുക അല്ലെ. നമ്മൾ നോർമലി ഈ പറഞ്ഞ ടെക്നിക്കൽ സപ്പോർട്ടിന്റെ കൂടെ വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇതിൽ ഓറിയന്റഡ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനിൽ ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് വരാനുള്ളൊരു സാധ്യത നന്നായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ വരാണ്ടിരിക്കാനും അത്തരം ഒരു കണ്ടീഷൻസ് നമ്മുടെ ഒരു ആസ്പിരന്റ് ജേർണിയിൽ ഉണ്ടെങ്കിൽ കൂടെ അത് എന്ത് ചെയ്യാം, നമുക്കൊരു മെന്റർഷിപ്പ്, ഒരു മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ അത്തരം മൈൻഡുകളെ നമുക്ക് നല്ല എന്താ പറയുക കൂളാക്കിയിട്ട് നമ്മളെ പഠനം ഒന്നുകൂടെ മെച്ചപ്പെടുത്താനും സാധിക്കുന്നുള്ളതാണ്. ഐഫർ നമുക്ക് ഓരോ സബ്ജക്റ്റിനും സബ്ജക്ട് കോർഡിനേറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലൈഫ് സയൻസ് എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ CSER UGC NET ലൈഫ് സയൻസിന്റെ കോർഡിനേറ്റർ ഞാനാണ്. അപ്പോൾ ഇതില് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെന്റർ എന്ന രീതിയിൽ ഒരുപാട് സപ്പോർട്ട് എനിക്ക് ഇമോഷണലി ആ ഒരു ആസ്പിരന്റിന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ അവരുമായിട്ട് ഫ്രീക്വന്റ്ലി കോണ്ടാക്ട് ചെയ്യാന്നുള്ളതാണ് അതിൽ ഒരു കാര്യം. അപ്പൊ അവരുടെ സ്റ്റഡീസിനെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും ബോധേഡ് ആയിരിക്കും. അവരുമായിട്ട് നമ്മൾ ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ ഒരുപാട് പേരായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അവരുടെ സ്റ്റഡീസ് ഒക്കെ ഓൺഗോയിങ് എവിടെ എത്തി എന്നുള്ള പ്രോഗ്രസിങ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരം ഒരു ഇമോഷണൽ സപ്പോർട്ട് ആക്ച്വലി ഐഫർ എന്ത് ചെയ്യുന്നുണ്ട്,
ആക്ച്വലി ഈ ഒരു സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇമോടെക് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു ഐഫറിനെ നയിക്കുന്ന പടനായകനാണ് നമ്മുടെ അനീസാർ എന്ന് പറയുന്നത്. ആക്ച്വലി അനീസാറിന്റെ ഒരുപാട് സ്റ്റഡി സ്ട്രാറ്റജീസും കാര്യങ്ങളും ആണ് നമ്മുടെ ഈ ഒരു ഐഫറിന്റെ പില്ലർ എന്ന് പറയുന്നത്, ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ടോപ്പിക്സിൽ 8ഓളം നെറ്റും 2-3 JRF ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹീറോ ആണ് ആക്ച്വലി അനീസർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ സ്ട്രാറ്റജീസും നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാം നമ്മൾ എന്താ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെന്റേഴ്സ് എഫക്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഓരോ നമ്മള് ഗുരുകുല സമ്പ്രദായം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, പണ്ട് ഗുരുവിന്റെ കൂടെ താമസിച്ച് പഠിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതായത് എപ്പോഴും നമ്മളെ മോണിറ്റർ ചെയ്യാനും നമ്മളെ എല്ലാ വിധത്തിലും നമുക്ക് എല്ലാ പാഠങ്ങൾ പറഞ്ഞു തരാനും ഉള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പണ്ട്, ഗുരുകുല സമ്പ്രദായം. ഇപ്പൊ അതുപോലെ ഉള്ള ആ ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ ആ ഗുരുവും ഒരു ശിഷ്യനും തമ്മിലുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു റിലേഷൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ ഒരു മെന്ററും ആ മെന്ററിന്റെ സ്റ്റുഡന്റും ഉണ്ടായിരിക്കുക. അപ്പൊ ഇമോഷണലി നമുക്ക് ഒരുപാട് സപ്പോർട്ട്, ഇപ്പൊ ഇവൻ ഞാനൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് നമുക്ക് അക്കാഡമിക്കിന്റെ കൂടെ തന്നെ അത്തരം ഒരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ടോപ്പിക്കുകളെല്ലാം നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ നമുക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ ഒക്കെ, അല്ലെങ്കിൽ എവിടെ ഞാൻ എത്തി എന്നും അറിയാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാവൂലേ. ആ ഒരു ഭയങ്കര ഇമോഷണൽ ഫീലിംഗ് തോന്നുന്ന ഒരു ഏരിയ ആണത്. അത് ആസ്പിരൻസിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് പാത്ത് പറഞ്ഞു തരാൻ, കറക്റ്റ് ഏത് വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം എന്നുള്ള ഒരു വഴി പറഞ്ഞു തരാൻ ഒരു മെന്റർ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു മെന്റേഴ്സ് എഫക്റ്റ് വളരെ ഗ്ലോറിയസ് ആയിട്ട് നമുക്ക് ഐഫറിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് മുന്നേ നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളോട് അവരുടെ എക്സ്പീരിയൻസിലൂടെയൊക്കെ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോസ് പറയുന്നത് റീസീറ്റ് ഓപ്ഷൻസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു 6 months ടേമിലേക്കാണ് നോർമലി ഒരു ആസ്പിരന്റ് എന്ത് ചെയ്യുക, എവിടേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ആ ഒരു ആസ്പിരന്റ് മാക്സിമം ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ റിസോഴ്സസും 100% യൂസ് ചെയ്തിട്ടും ആൾക്ക് CSCR അല്ലെങ്കിൽ JRF ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ചില മാനദണ്ഡങ്ങളുടെ പേരിൽ ദേ ഹാവിങ് ദ റീസിറ്റ് ഓപ്ഷൻ, വീണ്ടും ഫ്രീ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമ്മൾ ഐഫറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ദ റീസെറ്റ് ഓപ്ഷൻ. അപ്പോൾ പക്ഷെ ഒരു കാര്യം, നന്നായിട്ട് നമ്മുടെ റിസോഴ്സസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ ഉണ്ടാവും ആൻഡ് ഡിഫറെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ടെസ്റ്റുകൾ, നമ്മുടെ ഹൈലി കണ്ടന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്സാംസുകൾ, അപ്പൊ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ അച്ചീവ് ചെയ്യുന്ന ഒരാൾക്കാണ് റീസിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള റീസിറ്റ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ പ്രൊവൈഡഡ് ആണ്. ആൻഡ് പിന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, JRF ക്ലബ്ബുകൾ നമ്മൾ ഉണ്ടാക്കും. അതായത് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ നിന്നും ഹൈലി ക്വാളിറ്റി ഉള്ള, നന്നായിട്ട് JRFന് വേണ്ടിയിട്ട് അത്യധികം പരിശ്രമിക്കുന്ന ഒരു ടീമിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതാണ് JRF ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പൊ ആ JRF ക്ലബിന് അവർക്ക് ഈ ഒരു JRF അച്ചീവ് ചെയ്യാനുള്ള ഒരു ടീം ആയതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റഡീസും PYQ സെഷൻസുകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ ഈ ഒരു JRF ക്ലബിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് അനദർ ഈസ് ARF എന്ന് പറഞ്ഞാൽ ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. നമ്മൾ CSCR ആണെങ്കിലും UGC നെറ്റ് ആണെങ്കിലും ആ ഒരു എക്സാം നടക്കുന്നതിന്റെ വളരെ റീസെന്റ് ആയിട്ട്, തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ നടത്തുന്ന ഒരു എക്സാം ആണ് ഈ ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണോ CSCR എക്സാം ഉള്ളത് അതേ ഒരു പാറ്റേണിലാണ്, ടൈം ആണെങ്കിലും എല്ലാ കാര്യങ്ങളും സെയിം ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു എക്സാം നടത്തുക. അങ്ങനെ ആ ടേമിൽ അതിൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ ഫസ്റ്റ് റാങ്കിൽ വരുന്ന ആളുകളൊക്കെ എന്തായാലും ഡെഫിനറ്റ്ലി JRF
ക്വാളിഫൈഡ് ആവും. കാരണം അങ്ങനെയാണ് നമുക്ക് നമ്മുടെ മുന്നേ കഴിഞ്ഞ ARF എക്സാമിൽ ARF പൊസിഷനിൽ എത്തിയിട്ടുള്ള അല്ലെങ്കിൽ റാങ്ക് നല്ല ഹയസ്റ്റ് റാങ്കിൽ എത്തിയിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസും JRF ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അപ്പൊ അത്രയും ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ആണ്. അങ്ങനെ ആ JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള വീണ്ടും എക്സാമിൽ JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മളൊരു വൺ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യും. ദാറ്റ്സ് അബൌട്ട് ദ ARF എക്സാം. ദെൻ മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ARF എക്സാം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന്റെ ഡേറ്റിന് കുറച്ച് മുന്നേ നടക്കുന്ന ഒരു എക്സാം ആണ്. പക്ഷെ ഒരു ടേമിൽ നമ്മൾ 6 months കോഴ്സ് ആയിട്ട് ടേമിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി നമുക്ക് 6 മെഗാ മോക്ക് ടെസ്റ്റുകൾ, അതായത് ഒരു മാസം ഒരു മെഗാ മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ 6ഓളം മെഗാ മോക്ക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഒരു മാസത്തിൽ വീക്കിലി 4ഓളം മോക്ക് ടെസ്റ്റുകളും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. എല്ലാം തന്നെ CSERന്റെ എക്സാം അതേ ലെവല് കീപ്പ് ചെയ്തിട്ടുള്ള എക്സാം ആയിരിക്കും. NTA ഗൈഡ് ലൈൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എഴുതുന്ന ഒരാൾക്ക് ശരിക്കും എക്സാം CSER എക്സാം എഴുതുന്ന ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ആക്ച്വലി ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഓരോ കുട്ടികളുമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഒരു മെന്റർ സിസ്റ്റം ഉണ്ട്. അപ്പൊ അവരുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ വീക്കസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ഏരിയ ഒക്കെ നമ്മൾ അറിഞ്ഞിട്ട്, അതുപോലെ ഈ സ്കോറിംഗ് യൂണിറ്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ, ഒരു സ്റ്റഡി പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റുഡൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ സ്റ്റഡി പാറ്റേൺ ബേസിസിലാണ് എന്ത് ചെയ്യും ഇവരുടെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. ഓക്കെ, പിന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ലൈവ് ഷെഡ്യൂളും നമ്മുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് 13 യൂണിറ്റ്സും കവർ ചെയ്തുകൊണ്ടുള്ള ടോപ്പിക് വൈസ് ഷെഡ്യൂൾ ലൈവ് സെഷൻസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ CSERന് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന സംഭവമാണ് ബുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അങ്ങനെ ഒരുപാട് CSERന് വേണ്ട കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് സിസ്റ്റം ആണ്. അതായത് ആ ഒരു സ്റ്റുഡന്റിനും മെന്റർക്കും ഒരുപോലെ സ്റ്റുഡന്റിന് സെൽഫ് അസസ് ചെയ്യാനും സ്റ്റുഡന്റിന്റെ പഠനം എത്രത്തോളം എത്തി എന്ന് മെന്റർക്ക് അസസ്മെന്റ് ചെയ്യാനുമുള്ള ഒരു മെത്തേഡാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള നമ്മൾ സ്റ്റഡി പ്ലാൻ പ്രകാരം കൊടുത്തിട്ടുള്ള ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ആ ടോപ്പിക്കിന്റെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഒരു ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ PYQs, നമ്മൾ PYQ CPYQ കാറ്റഗറൈസ്ഡ് PYQ ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ PYQ സെഷൻസ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു ഐഫറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഓഫീസേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ഓരോ മെന്ററിന്റെ പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ആസ്പിരൻസിന് പറയാൻ പറ്റുന്ന മറ്റൊരു ടീമാണ് ഹാപ്പിനെസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഇവർ ഫ്രീക്വന്റ് ആയിട്ട് മന്ത്ലി ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഇതുപോലെ ആങ്സൈറ്റി, സ്ട്രെസ്, അങ്ങനെ എന്ത് കാര്യങ്ങളും ഇവർക്കും ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യാം, ഇവർക്ക് ഡീൽ ചെയ്യാം. അപ്പൊ വളരെ കുട്ടികൾക്ക് നമ്മുടെ സ്റ്റുഡൻസിന് ഏറ്റവും അവരുടെ റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ അവർക്ക് വളരെ എന്താ പറയാ, ഏറ്റവും അവരുടെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവുന്നത് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് അവർ പറയാറുള്ളത്. സോ ഹാപ്പിനെസ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കോണ്ടാക്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ആൻഡ് യെസ്, ആൻഡ് നമ്മൾ PYQ ഡിസ്കഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ JRF ക്ലബ്ബുകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ PYQ സെഷൻസ് ആയിട്ട് തന്നെ ഫാക്കൽറ്റീസും നമ്മുടെ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ ഹൈ ഗ്രേഡഡ് ആയിട്ട് എങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം CPART മെയിൻ ആയിട്ട് വലിയ പ്രോബ്ലം വരാറുള്ളത്. അപ്പോൾ CPART ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ യൂണിറ്റ് വൈസ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെഷൻ ആയിട്ടും ആഫ്റ്റർ ഓൾ ഇത് റെക്കോർഡ് സിസ്റ്റം ആയിട്ടും അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ എത്ര പ്രാവശ്യം കാണുന്നോ അല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് എത്ര പ്രാവശ്യം നമുക്ക് PYQs വീണ്ടും വീണ്ടും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് CSIRലെ
ആക്ച്വൽ എക്സാമിൽ എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ കൊണ്ടുവരണം, എന്നിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ആ ഒരു സോൾവിങ് മെന്റാലിറ്റി, സോൾവ് ചെയ്യുക, എത്രയും പെട്ടെന്നാണോ അത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ ഉള്ള ഒരു കാപ്പബിലിറ്റി, ഒരു എഫിഷ്യൻസി ആ ഒരു സ്റ്റുഡന്റിൽ കൊണ്ടുവരിക. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനുതകുന്ന രീതിയിലുള്ള ഒരു PYQ ഡിസ്കഷൻസ് ആണ് ആക്ച്വലി ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ നമ്മുടെ ഈ ഒരു കോഴ്സിൽ, ദാറ്റ് മീൻസ് ലൈഫ് സയൻസിന്റെ ഐഫറിൽ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവര് അതിന്റെ ഫീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റ് ലാസ്റ്റ് ഒരു കോണ്ടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യും. ആ ഒരു കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് അതിന്റെ ഫീ അങ്ങനെയുള്ള കാര്യങ്ങളും അഡ്മിഷൻ പ്രൊസീജിയേഴ്സും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ക്രൈറ്റീരിയാസ്, എന്തൊക്കെയാണ് നമ്മുടെ പ്രോബ്ലംസ്, അതിനൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാം, അതുപോലെ ഐഫർ എന്തൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തു. ഇനി ആസ്പിരൻസിന്റെ ചൂസ് ആണ്, നിങ്ങൾ എവിടെ എവിടെ എൻ്റെ പ്രിപ്പറേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ആസ്പിരന്റ് ആണ്. നമുക്ക് സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് CSIRന്റെ കേസിൽ പോസിബിൾ അല്ല, എന്തായാലും പോസിബിൾ ആയിരിക്കില്ല. കാരണം നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ടോപ്പിക്കുകൾ നമുക്ക് ഡീൽ ചെയ്യാനുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിക്കുക. ഡെഫിനറ്റ്ലി യു വാണ്ട് ടു തിങ്ക് ബിഫോർ യു ചൂസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുക എവിടെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, എങ്ങോട്ടാണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതിന് മുന്നേ നന്നായിട്ട് ആലോചിക്കുക. എല്ലാ സിസ്റ്റംസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? സോ താങ്ക് യു all of you being attending the webinar and happily thank you. അതുപോലെ നമ്മുടെ ഐഫറിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു കോണ്ടാക്ട് നമ്പർ നോട്ട് ചെയ്യണം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ട്സുകൾ, ഈ ഒരു മീൻസ് കോഴ്സുമായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു കോണ്ടാക്ട് നമ്പറിലേക്കാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഈ ഒരു CSIR UGC എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ വൈൻഡ് അപ്പ്. ഓക്കെ ഓക്കെ, ഇല്ലാന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ടോ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. Okay, so thank you all of you. We can wind up the session. Okay, thank you.